പ്രളയക്കെടുതി രൂക്ഷമായ ജമ്മുകാശ്മീരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും അദ്ദേഹം നേരിട്ട് വിലയിരുത്തും. പ്രളയബാധിത മേഖലകളിൽ ആഭ്യന്തരമന്ത്രി ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തുമെന്ന് അറിയുന്ന വിനിത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനിത, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇവിടെ പറഞ്ഞോളൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ വിവിധ മേഖലകളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴക്കെടുതി തുടരുകയാണ്. ജമ്മു കാശ്മീരിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അതിൽ ഇന്നലെയും ജമ്മു കാശ്മീരിൽ മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ റംബാനിലും ഒപ്പം തന്നെ റാസിയിലുമാണ് മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനവും ഉണ്ടായത്. 12 മരണമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 2 ആഴ്ചക്കുള്ളിൽ 130ഓളം മരണമാണ് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് അമിത്ഷാ ഇന്ന് ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെയോടുകൂടി തന്നെ അവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യവും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങളും അദ്ദേഹം നേരിട്ട് വിലയിരുത്തും. ഈ ദുരിതബാധിത മേഖലകളിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് നേരിട്ട് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെയായിരിക്കും വിലയിരുത്തുക. അതിനുശേഷം ഉന്നതതല യോഗം ചേരും. നേരത്തെ തന്നെ ഈ ജമ്മു കാശ്മീരിൽ ഒരു പ്രളയ സമാനമായിട്ടൊരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും കേന്ദ്രം എല്ലാവിധ സഹായവും ഒപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള മേൽനോട്ടവും ഒക്കെ തന്നെ ഉറപ്പു നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ പുരോഗമിക്കുമ്പോഴും കേന്ദ്രം അതിലാവശ്യമായിട്ടുള്ള മേൽനോട്ടം വഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹം അവിടെ എത്തുകയും ഒപ്പം തന്നെ അവിടെ ഉന്നതതല യോഗം ചേർന്ന് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടപടികളും ഒക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തും. ഒപ്പം തുടർ പ്രവർത്തനങ്ങളൊക്കെ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിന്റെ സഹായം നൽകേണ്ടതായിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം വിലയിരുത്തുക. വിവിധ മേഖലകളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിവിധ മേഖലകളിലൊക്കെ ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ വിവിധ മേഖലകളിൽ ഇപ്പോഴും യാത്രക്കാർ ഒക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. അവരെ സുരക്ഷിതമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനൊക്കെയായി പ്രത്യേകം ട്രെയിൻ സർവീസുകളൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചാബിലും ഒപ്പം ഹിമാചലിലും ഒക്കെ അതേ അവസ്ഥ തന്നെയാണ് നിലവിൽ തുടരുന്നത്. വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.